നവംബർ 10 മുതൽ 14 വരെയുള്ള തീയതികളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച പ്രിവ്യൂ ആണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് പ്രധാനമായും 3 ഭാഗങ്ങളാണ് ഉള്ളത്. വിപണിയുടെ നിലവിലെ സ്ഥിതിയുടെ ഒരു വിലയിരുത്തലും അതുപോലെ തന്നെ സമീപ ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനിടയുള്ള കാര്യങ്ങളുമാണ് ഒന്നാം ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. രണ്ടാം ഭാഗത്ത് ഓഹരി വില സൂചികകളുടെ നിലവാരം സംബന്ധിച്ച അനുമാനങ്ങളാണ്. അതായത് വില സൂചികകളുടെ പിന്തുണ, പ്രതിരോധ നിലവാരം എന്നിവ സംബന്ധിച്ച അനുമാനങ്ങൾ. ഏറ്റവും അവസാന ഭാഗത്ത് നിക്ഷേപകർക്ക് വളരെ പ്രയോജനകരമായ ചില തീയതികൾ സംബന്ധിച്ച അറിയിപ്പുകളാണ്. അതായത് ഡിവിഡന്റ് വിതരണത്തിനുള്ള റെക്കോർഡ് തീയതി, ഇടക്കാല ലാഭവിഹിതം പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച തീയതി, കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ സംബന്ധിച്ച തീയതി, ഇവയൊക്കെയാണ് അവസാന ഭാഗത്ത് പ്രതിപാദിക്കുന്നത്. ആദ്യമായി വിപണിയുടെ ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് വിലയിരുത്താം. അതുപോലെ തന്നെ സമീപ ദിവസങ്ങളിലെ സാധ്യതകളും പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച വിപണിയിൽ വലിയ തോതിലുള്ള മടുപ്പാണ് അനുഭവപ്പെട്ടത്. അങ്ങനെ മടുപ്പ് അനുഭവപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ടായിരുന്നു. അവയിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒക്ടോബറിൽ വിപണി കൈവരിച്ച മുന്നേറ്റം തന്നെയാണ്. ഒക്ടോബറിൽ വിപണി ഏതാണ്ട് 5% മുന്നേറിയത്. കൃത്യമായി പറഞ്ഞാൽ 4.5% ഉയർച്ചയാണ് നിഫ്റ്റിയിൽ രേഖപ്പെടുത്തിയത്. ഇത്ര ഉയർന്ന തോതിലുള്ള മുന്നേറ്റം, അതായത് അസാധാരണമായ മുന്നേറ്റം എന്ന് പറയാവുന്നത് സംഭവിച്ചപ്പോൾ സ്വാഭാവികമായും വിപണിയുടെ മുന്നേറ്റത്തിന് ഒരു വിശ്രമം ആവശ്യമായിരുന്നു, ഒരു തിരുത്തൽ ആവശ്യമായിരുന്നു. അതിന്റെ ഭാഗമായാണ് കഴിഞ്ഞ ആഴ്ച മടുപ്പ് അനുഭവപ്പെട്ടതെന്ന് പറയാം. മറ്റൊരു കാരണമെന്ന് പറയുന്നത് കമ്പനികളിൽ നിന്നുള്ള പ്രവർത്തന ഫലങ്ങൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. മിക്കവാറും പ്രധാന കമ്പനികളുടെ എല്ലാം പ്രവർത്തന ഫലം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതിനാൽ പ്രവർത്തന ഫലങ്ങളുമായി ബന്ധപ്പെട്ട ആശങ്കകളോ പ്രതീക്ഷകളോ അനുമാനങ്ങളോ ഒന്നും തന്നെ വിപണിയിൽ ഇല്ലായിരുന്നു. ഇതും വിപണിയുടെ ആകമാന മടുപ്പിന് ഒരു പരിധിവരെ സഹായിച്ചിട്ടുണ്ടാവാം. ഇതിനൊക്കെ പുറമെയാണ് US സുപ്രീം കോടതി ട്രംപ് പ്രഖ്യാപിച്ച തീരുവയ്ക്ക് എതിരായ കേസിൽ വാദം കേൾക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച. വാദം കേട്ടെങ്കിലും വിധിപ്രസ്താവം നടത്തുകയുണ്ടായില്ല. 9 അംഗ ബെഞ്ചാണ് കേസ് കേട്ടത്. ഏതാണ്ട് 2.5 മണിക്കൂർ നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങളാണ് കോടതിയിൽ ഉണ്ടായത്. അതിനുശേഷം വിധി പ്രഖ്യാപനം നീട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ വിധി പ്രഖ്യാപനം ഏത് ദിവസവും ഉണ്ടാകും എന്നൊരു ധാരണ വിപണിയിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ വിധി പ്രസ്താവം കഴിഞ്ഞ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് വിപണി പ്രതീക്ഷിച്ചിരുന്നു. അതിനാൽ അത് സംബന്ധിച്ച അവ്യക്തത ഒരു അനിശ്ചിതത്വത്തിന് കാരണമായി. ഇതും വിപണിയിലെ മടുപ്പിന് ഒരു പരിധിവരെ സഹായകമായതെന്ന് പറയാതെ വയ്യ. ഇവയ്ക്കൊക്കെ പുറമെ 4 ദിവസം മാത്രമായിരുന്നു വിപണിയുടെ പ്രവർത്തന ദിവസം. അതായത് ഗുരുനാനക് ജയന്തി പ്രമാണിച്ച് ബുധനാഴ്ച വിപണി പ്രവർത്തിക്കുകയുണ്ടായില്ല. സാധാരണഗതിയിൽ 5 ദിവസം പ്രവർത്തിക്കുന്ന വിപണിക്ക് വ്യാപാര വാരത്തിന്റെ മധ്യഭാഗത്ത് തന്നെ ഒരു അവധി വന്നത് ഒരു പ്രവണത രൂപീകരിക്കുന്നതിന് പ്രതിബന്ധമായെന്ന് പറയാം. ഇതുമൂലം സ്വാഭാവികമായും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ ഉണ്ടായില്ല. തന്മൂലം ഒരു പ്രവണത രൂപപ്പെട്ടതുമില്ല. ഇതും വിപണിയിലെ മടുപ്പിന് ഒരു പരിധിവരെ കാരണമായി. ഇവയ്ക്ക് ഒക്കെ പുറമെ വിപണി ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷം അടുത്ത മുന്നേറ്റത്തിനുള്ള തയ്യാറെടുപ്പിന്റെ ഘട്ടത്തിലാണ്. ഇതും ആ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള സമയം ബൈ ചെയ്യുന്നതിനുള്ള ഒരു അവസരമായി. ഇതും വിപണിയിലെ മടുപ്പിന് ഒരു പരിധിവരെ കാരണമായിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാനിടയുള്ള പ്രധാന കാരണങ്ങൾ നോക്കാം. അതിൽ ഒന്ന്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയാവുന്നത് US സുപ്രീം കോടതിയുടെ വിധി പ്രസ്താവം തന്നെയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച ഭീമമായ നികുതി നിരക്കിനെതിരെ പല കമ്പനികളും കോടതിയെ സമീപിച്ചിരുന്നു. ഇക്കാര്യത്തിലുള്ള അപ്പീൽ വാദം കേട്ട സുപ്രീം കോടതി ഏത് ദിവസവും ഇനി വിധി പ്രസ്താവം നടത്താം. ആ വിധി പ്രസ്താവം എന്തായിരിക്കുമെന്ന് നിശ്ചയമില്ലെങ്കിൽ കൂടി അത് ട്രംപിന് അനുകൂലമായാലും ശരി പ്രതികൂലമായാലും ശരി വിപണിയിൽ അതിന്റെ വലിയ പ്രത്യാഘാതമായിരിക്കും ഉണ്ടാകുക. 9 അംഗ ബെഞ്ചാണ് വാദം കേട്ടത് എന്ന് സൂചിപ്പിച്ചല്ലോ. 9 ജഡ്ജിമാരിൽ 5 അംഗങ്ങളുടെയെങ്കിലും പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ ട്രംപിന് അനുകൂലമായ ഒരു വിധി പ്രതീക്ഷിക്കാനാവൂ. എന്നാൽ നിരീക്ഷകരുടെ അഭിപ്രായത്തിൽ ഭൂരിപക്ഷം ജഡ്ജിമാരും ട്രംപിന്റെ അഭിപ്രായത്തോട് അല്ലെങ്കിൽ ട്രംപിന്റെ നടപടിയോട് എതിർപ്പുള്ളവരാണത്രേ. അതിനുദാഹരണമായി അവർ ചൂണ്ടിക്കാട്ടിയത് കേസിന്റെ വാദവേളയിൽ ഈ ജഡ്ജിമാരിൽ നിന്ന് ഉണ്ടായ ചില പ്രസ്താവനകൾ അവയെല്ലാം സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ നടപടി നിയമപ്രകാരം ആയിരുന്നില്ല
അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു അനുവാദം വാങ്ങിയ ശേഷമായിരുന്നില്ല എന്നതാണ്. അതിനാൽ ട്രംപിന് എതിരാകാനുള്ള സാധ്യതയുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഇനി അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ കൂടി ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം വിധി ട്രംപിന് എതിരായാൽ അദ്ദേഹം ഒരു പ്ലാൻ ബി കരുതി വച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതായത് യാതൊരു കാരണവശാലും എതിരായ ഒരു വിധിക്ക് മുന്നിൽ കീഴടങ്ങുന്ന പ്രശ്നം ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ലെന്ന് ചുരുക്കം. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിധി പ്രസ്താവം ട്രംപിന് എതിരായാലും അനുകൂലമായാലും ശരി, അതിന്റെ പ്രത്യാഘാതം ലോക വിപണികളിലാകെ തന്നെ വലിയ തോതിലുള്ള പ്രത്യാഘാതത്തിന് കാരണമാകും. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് നവംബർ 7 രാത്രിയിലാണ്. അടുത്ത ഏതാനും ദിവസത്തിനകം വിധി പ്രസ്താവം വരാമെന്ന നിലയ്ക്ക് ഒരു നിശ്ചയമില്ലാത്ത അവസ്ഥയിലാണ് ഈ വീഡിയോയുടെ റെക്കോർഡിങ്. അതായത് എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒരു പ്രവചനവും നടത്താനാവാത്ത അവസ്ഥ. ആ നിലയ്ക്ക് വേണം ഈ വീഡിയോയിലെ പരാമർശങ്ങളെ മാന്യ ശ്രോതാക്കൾ കാണാനെന്ന് ഒരു അപേക്ഷയുണ്ട്. ഇനി ട്രംപിന് മുന്നിലുള്ള ഓപ്ഷനുകൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. അതായത് വിധി പ്രസ്താവം ട്രംപിനെതിരാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷനുകളാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത് എന്ന് പരിശോധിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്ഷൻ ഉള്ളത്, ട്രംപിന് വേണമെങ്കിൽ എല്ലാ രാജ്യങ്ങൾക്ക് മേലും എല്ലാ ഉൽപ്പന്നങ്ങൾക്ക് മേലും 15% നികുതി ചുമത്താം. ഇത് 150 ദിവസത്തേക്ക് ചുമത്താനുള്ള അധികാരം അമേരിക്കയിലെ വ്യാപാര നിയമം അനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് നൽകുന്നുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് ട്രംപിന് വേണമെങ്കിൽ വീണ്ടും താരിഫ് ഏർപ്പെടുത്താം. അത് പക്ഷേ ഇതുവരെ ഒരു US പ്രസിഡന്റും അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്ന പ്രത്യേകതയുണ്ട്. കാരണം പല മാമൂലുകളും അല്ലെങ്കിൽ പല കീഴ്വഴക്കങ്ങളും അനുസരിക്കുന്ന ആളല്ല ട്രംപ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെയുള്ള നടപടി പ്രതീക്ഷിക്കുന്നതിൽ വലിയ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നും ഇല്ല. മറ്റൊന്ന്, ചില രാജ്യങ്ങൾക്ക് മേൽ ചില ഉൽപ്പന്നങ്ങൾക്ക് മാത്രമായി താൽക്കാലിക അടിസ്ഥാനത്തിൽ താരിഫ് ചുമത്താനുള്ള അവകാശം പ്രസിഡന്റിനുണ്ട്. ഇതും അമേരിക്കയിലെ 1974 വ്യാപാര നിയമപ്രകാരം പ്രസിഡന്റിന് നൽകുന്ന ഒരു അധികാരമാണ്. ഈ അധികാരം വേണമെങ്കിലും ട്രംപിന് ഉപയോഗിക്കാം. ഇതിനൊക്കെ പുറമെ നാഷണൽ സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച്, അതായത് ദേശരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചില ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് മാത്രമായി താരിഫ് ഏർപ്പെടുത്താനുള്ള അവകാശവും പ്രസിഡന്റിനുണ്ട്. ഇത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രയോഗിക്കാം. എന്നാൽ ഇത് പരിമിതമായ ഒരു സ്വാതന്ത്ര്യം മാത്രമേ അദ്ദേഹത്തിന് നൽകുന്നുള്ളൂ എന്നതിനാൽ ഈ ഓപ്ഷൻ ആയിരിക്കില്ല ട്രംപ് ഉപയോഗിക്കാൻ മുന്നോട്ട് വരിക. ഇനി മറ്റ് എന്തൊക്കെ സാഹചര്യങ്ങളാണ് വിപണിയെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ ഇടയുള്ളത് എന്ന് പരിശോധിക്കാം. വിപണിയെ വരും ദിവസങ്ങളിൽ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊരു നല്ല സംഭവം എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോ അവിടെ നിന്നുള്ള അറബ് ലൈറ്റ് എന്ന് പറയുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയിൽ കുറവ് വരുത്തിയിരിക്കുന്നു. 1.2 മുതൽ $1.4 വരെയുള്ള വിലക്കുറവാണ് കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് ഡിസംബർ ഡെലിവറി മുതൽ ആണ് ഈ കുറഞ്ഞ വില പ്രാബല്യത്തിൽ വരിക. ഇങ്ങനെ കുറഞ്ഞ വില പ്രാബല്യത്തിൽ വരുന്നത് മൂലം അത് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് വലിയ തോതിലുള്ള നേട്ടമാണ് നൽകുക. അത് ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് മാത്രമല്ല, ഇന്ത്യൻ വിപണിക്കും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കാകെ തന്നെയും വലിയ നേട്ടമാണ് നൽകുക. പ്രത്യേകിച്ചും US ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നതിന് പല പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉള്ള സാഹചര്യത്തിൽ കുറഞ്ഞ നിരക്കിൽ തന്നെ ക്രൂഡ് ഓയിൽ ലഭിക്കാൻ സാധ്യത ഉണ്ടാകുന്നു എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് അതൊരു സന്തോഷ വാർത്തയാണെന്ന് സൂചിപ്പിച്ചത്. മറ്റൊന്ന്, ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്കിന്റെ അളവ് കുറയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ്. അതായത് ഒക്ടോബറിലെ പണപ്പെരുപ്പ നിരക്ക് ഉപഭോക്തൃ ചില്ലറ വിൽപ്പനയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പണപ്പെരുപ്പ നിരക്ക്. ഇതാണ് പലിശ നിർണയത്തിനും മറ്റും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വീകരിക്കുന്ന മാനദണ്ഡം. ഈ പണപ്പെരുപ്പ നിരക്ക് അത് 1% താഴെ എത്തിയിട്ടുണ്ടാവും നവംബറിലെ കണക്കനുസരിച്ച് എന്നാണ് അനുമാനിക്കുന്നത്. ഒക്ടോബറിലെ കണക്ക് നവംബർ 12 മാത്രമാണ് പ്രസിദ്ധീകരിക്കുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ ആ കണക്കിൽ പണപ്പെരുപ്പ നിരക്ക് 0.48% ആയിരിക്കുമെന്നാണ് അനുമാനിക്കുന്നത്. റോയിട്ടേഴ്സ് എന്ന രാജ്യാന്തര വാർത്താ ഏജൻസി 42 സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കിടയിൽ നവംബർ 4-നും 7-നും ഇടയിൽ നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിലാണ് ഇങ്ങനെ ഒരു അനുമാനം ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. ഇത് വലിയൊരു കാര്യമാണ്. കാരണം അങ്ങനെ
പണപ്പെരുപ്പ് നിരക്ക് 1% താഴേക്ക് പോന്നാൽ അത് 10 വർഷത്തിനിടയിലെ ആദ്യത്തെ സംഭവമായിരിക്കും. അതുകൊണ്ട് തന്നെ അത് റിസർവ് ബാങ്കിന് മാത്രമല്ല ഇന്ത്യയിലെ സർക്കാരിനും ജനങ്ങൾക്കാകെ തന്നെയും വളരെ ആശ്വാസം പകരുന്ന ഒന്നായിരിക്കും. ഇനി വിപണിയുടെ വിലസൂചികകൾ എങ്ങനെയെന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിക്കുമ്പോൾ സെൻസെക്സ് അവസാനിച്ചത് 83,216.28 നിലവാരത്തിലാണ്. നിഫ്റ്റി ആകട്ടെ 25,492.30 നിലവാരത്തിലാണ് അവസാനിച്ചത്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 57,876.80 നിലവാരത്തിൽ അവസാനിക്കുന്നതാണ് കണ്ടത്. ഇത് മൂന്നും അത്ര മോശമായ നിലവാരം ആയിരുന്നുമില്ല. ഈ സാഹചര്യത്തിൽ നിഫ്റ്റിയുടെ പിന്തുണ എത്രയാണെന്ന് നോക്കാം. കഴിഞ്ഞ 2 ആഴ്ചകളിലായി നിഫ്റ്റിയുടെ പിന്തുണ 25,000 പോയിന്റിൽ തുടരുകയാണ്. ആ പിന്തുണ തന്നെ ആയിരിക്കും ഈ ആഴ്ചയും, അതായത് നവംബർ 10-നും 14-നും ഇടയിലുള്ള വ്യാപാര ദിനങ്ങളിലും ആ പിന്തുണ തന്നെ ആയിരിക്കും നിഫ്റ്റിക്ക് ഉണ്ടാകുക എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത് വളരെ ശക്തമായ പിന്തുണയാണ്. യാതൊരു കാരണവശാലും അതിന് താഴേക്ക് നിഫ്റ്റി പോകാൻ ഒരു സാധ്യതയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. അതുപോലെ തന്നെ നിഫ്റ്റി മുന്നോട്ടാണെങ്കിൽ, അല്ലെങ്കിൽ വിപണി മുന്നോട്ടാണെങ്കിൽ, നിഫ്റ്റിക്ക് നേരിട്ടേക്കാവുന്ന പ്രതിരോധ നിലവാരം എന്ന് പറയുന്നത് 26,000 പോയിന്റിലാണ്. 26,000 പോയിന്റിന് മുകളിലേക്ക് നിഫ്റ്റി മുന്നേറാനുള്ള ഒരു സാധ്യതയും ഈ സമീപ ദിവസങ്ങളിൽ കാണുന്നില്ല. കാരണം 26,000 മുകളിലേക്ക് പോയ നിഫ്റ്റി സൂചിക അതിന് വളരെ താഴേക്ക് പോന്നിരിക്കുന്നു എന്നതുകൊണ്ടാണ് പ്രതിരോധ നില ആ നിലയിൽ തന്നെ തുടരുന്നത് എന്നർത്ഥം. ഇനി ഏതാനും കമ്പനികൾ വരും ദിവസങ്ങളിൽ ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്, MRF തുടങ്ങിയ പ്രമുഖ കമ്പനികൾ ഫലപ്രഖ്യാപനം നടത്തുന്നവയിൽ ഉൾപ്പെടുന്നു. ഈ ഫലപ്രഖ്യാപനങ്ങൾക്കൊക്കെ അതത് കമ്പനികളുടെ ഓഹരി വിലകളെ വലിയ തോതിൽ സ്വാധീനിക്കാൻ കഴിയും. അതിനാൽ ഇവയുടെ വിലകളിൽ വലിയ തോതിലുള്ള ഏറ്റക്കുറച്ചിലുകളായിരിക്കും വരും ദിവസങ്ങളിൽ അനുഭവപ്പെടുക. നവംബർ 10-ന് അമൃതാഞ്ജൻ, ബജാജ് ഫൈനാൻസ്, ഐഡിയ എന്നിവ ഫലപ്രഖ്യാപനം നടത്തുന്നു. EID പാരി, ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, കേരള ആസ്ഥാനമായുള്ള ബാങ്കാണ് ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്, അതുപോലെ GSFC, ഹിന്ദുസ്ഥാൻ കോപ്പർ, PC ജ്വല്ലർ, TN പെട്രോ എന്നിവ നവംബർ 11-ന് ഫലം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. നവംബർ 12-ന് അറ്റ്ലസ് സൈക്കിൾ, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഹാരിസൺ മലയാളം എന്നിവയുടെ ഫലപ്രഖ്യാപനം പുറത്തുവരുന്ന ദിവസമാണ്. അന്ന് തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് യോഗം ചേരുന്നത് ഫലപ്രഖ്യാപനത്തിന് വേണ്ടി മാത്രമല്ല, ഈ സാമ്പത്തിക വർഷത്തെ ഇടക്കാല ലാഭവീതം നിർണ്ണയിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. അതുകൊണ്ട് അന്ന് തന്നെ ഇടക്കാല ലാഭവീതം എത്രയെന്നും നിക്ഷേപകർക്ക് അറിയാൻ സാധിക്കും. നവംബർ 14-ന് MRF-ഉം അതുപോലെ തന്നെ സീക്വന്റ് സയന്റിഫിക്കും ഫലപ്രഖ്യാപനം നടത്തുന്നുണ്ട്. MRF ഇടക്കാല ലാഭവീതവും പ്രഖ്യാപിക്കും. ഇനി ഡിവിഡൻഡ് അനൗൺസ്മെന്റുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തീയതികൾ ഏതൊക്കെയെന്ന് പറയാം. നവംബർ 10 അജന്ത ഫാർമ ഡിവിഡൻഡ് വിതരണത്തിനായി നിശ്ചയിച്ചിട്ടുള്ള റെക്കോർഡ് തീയതി. നവംബർ 11-ന് അസ്ട്രൽ ലിമിറ്റഡ്, ചമ്പൽ ഫെർട്ടിലൈസേഴ്സ്, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എന്നിവ ഡിവിഡൻഡ് വിതരണത്തിനായി റെക്കോർഡ് തീയതി നിശ്ചയിച്ചിട്ടുണ്ട്. നവംബർ 13 പതഞ്ജലി ഫുഡ്സിന്റെ ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ്.